മറ്റൊരു വഴിയില്ലാത്തതുകൊണ്ട് നിങ്ങളുടെ സീത ജീവിതം അവസാനിപ്പിക്കുന്നത്. വീട്ടിലെല്ലാവരും എന്നെ ആത്മാർത്ഥമായി സ്നേഹിച്ചിട്ടേ ഉള്ളൂ. പുറമേ നിന്ന് ഒരാളെ സ്നേഹം വെച്ച് നീട്ടിയപ്പോ അത് ആത്മാർത്ഥമാണെന്ന് ഞാൻ തെറ്റിദ്ധരിച്ചു പോയി. ഇപ്പൊ അയാളത് ജീവിക്കാൻ സമ്മതിക്കുന്നില്ല. ഈ ഒരു അവസ്ഥയിൽ എനിക്ക് ജീവിക്കണ്ട. സോറി അച്ഛ. ഒരുപാട് ആലോചിച്ച ശേഷം എടുത്ത ഈ തീരുമാനത്തിനോട് ഓർക്കുക. സീത അവൾ ഇവിടെ ഇല്ലേ? ഉണ്ട്, റൂമിലുണ്ട്. ആ ശരി, ഞാൻ കണ്ടോളാം. അവൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അത് എന്താണെങ്കിലും തുറന്നു പറഞ്ഞോ. ഞാൻ അവളുടെ അറിയോ, സത്യല്ലേ? മുൻപൊരിക്കലും ഇവിടെ വന്നിട്ടുണ്ടല്ലോ. അതെ, പറയൂ, എന്താ സീതയ്ക്ക് പറ്റിയത്? അവൾ ഒരാളെ സ്നേഹിച്ചു. ഒരിക്കലും പാടില്ലാത്തൊരു ബന്ധം. ഡ്രഗ്സ് എല്ലാം ഉപയോഗിക്കുന്ന അവന്റെ തനി സ്വഭാവം അറിഞ്ഞപ്പോ അവൾ പിന്മാറി. പക്ഷെ അവൻ വിട്ടില്ല. വാട്സപ്പിൽ വീഡിയോ കോൾ ചെയ്തതെല്ലാം റെക്കോർഡ് ചെയ്ത് കാണിച്ച് അവളെ ബ്ലാക്ക്മെയിൽ ചെയ്യുമോ ഇപ്പോ. ഒരാഴ്ചയായിട്ട് സീത ആളാകെ മാറി. ഞങ്ങൾക്ക് തന്നെ പേടിയാവും. സത്യം വന്നത് എന്തായാലും നന്നായി. എന്തായാലും ഞാൻ സീതയെ കണ്ടിട്ട് വരാം. സ്നേഹം കാണിച്ച് വിളിച്ചവന്റെ ചതിയിൽ പെട്ടുപോയി. കര കയറാൻ വയ്യ. സോറി എല്ലാവരോടും. നിങ്ങളുടെ സീതക്കുട്ടി. വാതിൽ തുറക്ക. സീതേ, നീ വാതിലൊന്ന് തുറക്ക്. എന്താ സീത, നിനക്കിത് എന്തിന്റെ കേടാ? എന്താ സീത ഇതൊക്കെ?
നീ ഇത് ആരെ തോൽപ്പിക്കാനാ ഇതിനൊക്കെ ഒരുങ്ങിയത്? എനിക്കിനി ജീവിക്കണ്ട. എന്താടി നിന്റെ പ്രശ്നം? സത്യം പോയിക്കോ, എനിക്ക് ആരെയും കാണണ്ട. നിന്റെ അച്ഛനും അമ്മയും ഏട്ടന്മാരും ഒക്കെ നിന്നെ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. അവരുടെയൊക്കെ സ്നേഹം വേണ്ടാന്ന് വെക്കാനും മാത്രം നിനക്ക് എന്താ ഉണ്ടായത്? എന്താ പറ്റിയേ? നിനക്കെന്തോ പ്രശ്നമുണ്ടെന്ന് നിന്റെ അച്ഛൻ പറഞ്ഞിട്ട് ഞാൻ ഇങ്ങോട്ട് വന്നത്. അയ്യോ, അച്ഛനോട് ഞാനൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. പറയുന്നേ എന്തിനാ? നിന്റെ മുഖം ഒന്ന് വാടിയാ അത് വായിച്ചെടുക്കാൻ നിന്റെ അച്ഛന് കഴിയുമെന്ന് നിനക്കറിയില്ലേ? അത്രക്കിഷ്ടമല്ലേ അവർക്ക് നിന്നെ? എന്നിട്ടും നീ ഞാൻ ചീറ്റ് ചെയ്യപ്പെട്ടു. ഇനി ഞാൻ ജീവിച്ചിരുന്ന സീത, മരണമാണോ എല്ലാത്തിനും പരിഹാരം? പ്രേമിച്ചിട്ട് ചതിക്കുന്നവരുടെ കഥകൾ ഒരുപാട് നമ്മൾ കേൾക്കുന്നതല്ലേ? അവൻ ഞാൻ വിചാരിച്ചതുപോലെയല്ല. എന്റെ മെസ്സേജുകളും ഫോട്ടോയും എല്ലാം വെച്ച് അവനിപ്പോ എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യാ. ഞാനിപ്പോ അവന്റെ മുന്നിൽ വഴങ്ങി കൊടുക്കണമെന്ന്, ഇല്ലെങ്കിൽ സോഷ്യൽ മീഡിയ വഴി എന്നെ നാണം കടത്തുമെന്ന്. പോവാൻ പറ അവനോട്. അവനിത് സ്ഥിരം ഏർപ്പാടാ. ഒരുപാട് പെൺകുട്ടികള് അവന്റെ ഭീഷണി പേടിച്ച് അവൻ പറയുന്നത് പോലെ ചെയ്തിട്ടുണ്ട്. എനിക്കത് പറ്റില്ല. എന്റെ വീട്ടിലിത് അറിഞ്ഞോ എനിക്കത് ആലോചിക്കാൻ കൂടി വയ്യ. ഏതോ ഒരുത്തിന് വേണ്ടി തീർക്കാനുള്ളതാണോ നിന്റെ ജീവൻ? അവനെ എതിർക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. വീട്ടുകാരെ വിവരം അറിയിച്ച അവരെ എന്തെങ്കിലും അവൻ ചെയ്യും. അതിനേക്കാളും നല്ലത് ഞാൻ മരിക്കുന്നതാണെന്ന് എനിക്ക് തോന്നി. നീ മരിക്കല്ല, ജീവിക്കുക വേണ്ടത്. കണ്ടവന്റെ ഭീഷണി പേടിച്ച് കൈഞ്ഞരുമ്പ് മുറിച്ച് ചാവാന് മാത്രം വിട്ടിയാണോ നീ? എനിക്കറിയില്ല സത്യ. സീത, നോക്ക്, നീ ഒന്നും കൊണ്ടും പേടിക്കണ്ട. അവന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. സത്യ, ദേ, അവന്റെ ഡീറ്റെയിൽസ് എനിക്ക് വേണം. എന്താ അവന്റെ പേര്? നന്ദജൻ. നന്ദു എന്ന് വിളിക്കും. നന്ദു. അവന്റെ ഫോട്ടോ ഉണ്ടോ നിന്റെ കയ്യിൽ? ഫോട്ടോ ഉണ്ടെങ്കിൽ എടുത്തിട്ട് വാടി. സോറി, ഇവിടെ വർക്ക്ഷോപ്പുള്ളത് കണ്ടില്ല. അങ്ങനെയുള്ളതൊന്നും നിങ്ങൾ കാണില്ല. അതുപോലല്ലേ പോക്ക്. ഓ, റോഡ് നിന്റെ വകയാണോ? കൊച്ചച്ച, എനിക്കൊരു സഹായം വേണം. അല്ല, ഇന്ന് തന്നെ. ഞാൻ എവിടെ വരണമെന്ന് പറഞ്ഞാൽ മതി. മോൾ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട. കൊച്ചച്ഛനല്ലേ കൂടെ ഉള്ളത്? അതെ, അതാ എന്റെ ധൈര്യം. ഇനി ആരും സത്യക്കിട്ട് പണി തരില്ലല്ലോ.
ഭൂമിയിൽ ആരെയും പേടിയില്ല. എൻ്റെ കൂടെ കൊച്ചച്ഛനുണ്ടല്ലോ, ആർക്കും എന്നെ തോൽപ്പിക്കാൻ പറ്റില്ല. ആ ധൈര്യമുണ്ട് എനിക്കിപ്പോ. അതാ പറഞ്ഞത്, കൊച്ചച്ഛനെ നിനക്ക് വിശ്വസിക്കാം. ഇതിങ്ങനെ വിട്ടാ ശരിയാവില്ല. രണ്ടുപേരും കൂടി ചേർന്നാ പിന്നെ എന്റെ കാര്യം പോക്ക. സത്യയുടെ ഏതാഗ്രഹവും കൊച്ചച്ഛൻ നടത്തി കൊടുക്കും. അവരുടെ ഇപ്പോഴത്തെ പ്രകടനം കണ്ട സത്യ അമ്പിളിമാമനെ വേണമെന്ന് പറഞ്ഞ കൊച്ചച്ഛൻ അതിനെയും പിടിച്ചുകൊണ്ടൊന്ന് കൊടുക്കും. ആ സ്ഥിതിക്ക് സുധിയെ വേണമെന്നെങ്ങാനും അവള് പറഞ്ഞ കൊച്ചച്ഛനും സത്യം തമ്മിലുള്ള അടുപ്പം അത് എത്രയും പെട്ടെന്ന് അവസാനിപ്പിച്ചേ മതിയാവും. അതിനു വേണ്ടി എന്തും ചെയ്യും ഞാൻ. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ കൊച്ചും പോട്ടെ. ഓ ആയിക്കോട്ടെ. ശരി. ടാറ്റാ. ഓക്കെ മോളെ. ഞാനും കൊച്ചച്ഛനും തമ്മിലുണ്ടായിരുന്ന ബന്ധം ഏത് തരത്തിലുള്ളതാന്ന് നിനക്കറിയാലോ. വർക്ക്ഷോപ്പ് തട്ടിയെടുക്കാൻ വേണ്ടി മാത്രം നിന്റെ കൊച്ചച്ഛൻ നിന്നെ കൂടെ കൂട്ടിയത്. സത്യകാരൻ അത് മുടങ്ങുകയും ചെയ്തു. സത്യയെ കൂട്ടുപിടിച്ച വർക്ക്ഷോപ്പ് അവള് വിട്ടുകൊടുക്കും തോന്നുന്നുണ്ടോ നിനക്ക്? ആപത്തെ സമയത്ത് അവളെ സഹായിക്കാൻ കൊച്ചച്ഛനല്ലേ ഉണ്ടായിരുന്നുള്ളൂ. ഹോ, ഒന്നും വേണ്ടിയിരുന്നില്ല. അവരെ രണ്ടുപേരും നല്ല ടേംസിലായ സ്ഥിതിക്ക് സത്യ പറയുന്നത് എന്തും കൊച്ചച്ഛൻ നടത്തി കൊടുക്കും. സത്യക്ക് സുധിയെ ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ നിന്റെ കൊച്ചച്ഛൻ ആരുടെ ഭാഗത്ത് നിൽക്കും? നിന്റെ ഭാഗത്തോ അത് സത്യയുടെ ഭാഗത്തോ? ഇപ്പോഴത്തെ അവരുടെ അവസ്ഥ വെച്ച് നോക്കുമ്പോ സത്യയുടെ ഭാഗത്ത് നിൽക്കും അല്ലേ? അതിനാ സാധ്യത. കൊച്ചച്ഛനെ ഇണക്കാനും പിണക്കാനും പറ്റാത്ത അവസ്ഥയല്ല ഞാൻ. നീ ടെൻഷൻ അടിക്കാതിരിക്കേ, നമുക്ക് എന്തെങ്കിലും വഴിയുണ്ടാക്കാം. വിശ്വസിക്കാൻ കൊള്ളാത്ത ആളാ. കാശ് കണ്ട ആരുടെ കൂടെ വേണമെങ്കിലും കൊച്ചച്ഛൻ നിൽക്കും. നമുക്ക് നോക്കാന്നേ, എത്ര കാലം സത്യയുടെ കൂടെ അയാൾ നിൽക്കുന്നു നമുക്ക് നോക്കാം. എത്ര കാലം നിന്നാലും അത് എന്റെ ജീവിതം തകർത്തുകൊണ്ടാവും. അതെനിക്ക് ഉറപ്പാ. ആ, നീ ടെൻഷൻ അടിക്കല്ലേ. സുധി എന്റെയാ, അവനെ എനിക്ക് വേണം. അതിന് തടസ്സമായി നിൽക്കുന്നത് അനിയത്തിയായാലും കൊച്ചച്ഛനായാലും ആ തടസ്സം ഞാൻ മാറ്റിയിരിക്കും. അയ്യോ, ദേവീ ക്ഷേത്രത്തിൽ വെച്ച് നിശ്ചയം എന്നൊക്കെ പറഞ്ഞിട്ട് ഒന്നും നടക്കുന്ന ലക്ഷണം ഇല്ലല്ലോടെ. തിരുമേനി ഇതുവരെ ഒരു ഉറപ്പും പറഞ്ഞിട്ടില്ല. ഇനിയും അയാളുടെ വാക്കും കേട്ടോണ്ടിരുന്ന നീയും അവള് മൂത്ത് നരയ്ക്കും. എടേ, നിന്റെ കാര്യം പോട്ട്, നീ അവളെങ്കിലും വെറുതെ വിട്. അവളെങ്കിലും ആരെങ്കിലും കിട്ടി സുഖമായിട്ട് ജീവിക്കട്ടെ. നീ ഇങ്ങനെ കരുനാക്ക് പടച്ച ഒന്നും പറയല്ലേ, അല്ലെങ്കിലും എന്റെ സമയം ഇപ്പൊ അത്ര നല്ലതല്ല. ഹലോ. നല്ല സമയം. അയ്യോ, എന്താണ് രണ്ടുപേരും കൂടി ഒരു ഗൂഢാലോചന? ഏയ്, ഞങ്ങള് ചുമ്മാ സുധിയുടെ വിവാഹകാര്യം പറയായിരുന്നു. ആ, എന്നിട്ട് ശരിയായോ? ഏതാണ്ട്. എവിടുന്നാ പെണ്ണ്? അതങ്ങ് ദൂരെന്നാ. ആ, അപ്പൊ ഇവിടുന്നല്ലേ? അല്ല, ആണോ? അല്ലേ, ആർക്കറിയാം, ദൈവത്തിനറിയാം. അയ്യ അല്ലേ, അയ്യോ അളിയാ എന്റെ പൊന്നേ. ആ, സത്യം എവിടേക്കാ? പോകുന്ന സ്ഥലം പറഞ്ഞ വിക്രമൻ ടെൻഷനാവും.
എന്താ ആലോചിക്കുന്നേ? എവിടേക്കാണെന്നോ? ആ? അത് എന്റെ ഒരു ഫ്രണ്ട്. അവളെ കുറച്ചു ദിവസമായിട്ട് ഒരു പൂവാലൻ ശല്യം ചെയ്യുന്നു. അവനെ ഒന്ന് ഉപദേശിക്കണം. പറ്റിയ 2 എണ്ണം പൊട്ടിക്കണം. എന്താ ഞെട്ടിയത്? സത്യം പറ, ഇനി നീ എങ്ങനാണോ? ഏയ് ഞാനല്ല, ഞാനാ ടൈപ്പേ അല്ല. ആ, സത്യം. അയ്യോ. അതെ, എത്ര വലിയ പൂവാലിനായാലും പൊട്ടിക്കാനൊന്നും നിൽക്കണ്ട. അയാളെ ഒന്ന് ഉപദേശിച്ചു വിട്ടാ പോരെ? മര്യാദയുടെ ഭാഷ ഇത്തരക്കാർക്ക് മനസ്സിലാവില്ല. കൈയുടെ ചൂടറിഞ്ഞാലേ ഇവനൊക്കെ നേരെയാവൂ. ആ, അത് സത്യം ഒറ്റയ്ക്കാണോ പോകുന്നത്? എന്താ കൂടെ വരുന്നോ? ആ ചെല്ലടാ ചെല്ലി, യവനും കൂടെ വരും. ആണോ? ആണോ? യവനെ ഒരു ഫ്ലോയിൽ ചോദിച്ചതാ. സത്യവേഗം ചെല്ലി. വിക്രമനും മുത്തും പേടിക്കണ്ട. ഈ കാര്യത്തിന് ഞാൻ തന്നെ ധാരാളം. അപ്പൊ ശരി, വന്നിട്ട് കാണാം. ശരി. അളിയെ അവള് പൂവാലമാരെ കിടിച്ച് നേരെയാകൂടെ? എന്താ പേടിയുണ്ടോ? കുറച്ച്. നിന്റെ തനി സ്വഭാവം പറഞ്ഞാ അവൾ എപ്പോഴേ നിന്നെ ഇടിച്ച് നേരെയാക്കിയനെ. അയ്യോ, അത് ഓർമ്മിപ്പിക്കല്ലേ പൊന്നെ. ഈ കോളനിയിൽ എല്ലാവരും എന്റെ സഹോദരി സഹോദരന്മാരാണ്. ഞാൻ ഈ കോളനിയെ സ്നേഹിക്കുന്നു. അതിന്റെ സമൃദ്ധി. സത്യ, അവളൊരു പെൺകുട്ടിയല്ല. അല്ലേ? അവള് പുലിക്കുട്ടിയാ. രാധികേ, താനെന്താ അവിടെ ഒന്ന് സ്വപ്നം കാണുകയാണോ? ഭക്ഷണം കഴിക്കണ്ടേ? സീതമ്മളുടെ കാര്യം ആലോചിക്കുമ്പോ ഒരു സമാധാനവും ഇല്ല. അവളുടെ കാര്യത്തിൽ ടെൻഷൻ അടിക്കണമെന്ന് ഞാൻ പറഞ്ഞില്ലേ? അവളെ ഹോസ്റ്റലിലേക്ക് തിരിച്ചയച്ചത് അബദ്ധമായെന്ന് തോന്നുന്നു. അതൊന്നും ഓർത്ത് സങ്കടപ്പെടേണ്ട. പ്രതിസന്ധികളെ ഒറ്റയ്ക്ക് നേരിടാൻ അവൾ പഠിക്കട്ടെ. ആദർശത്തിന് വേണ്ടി അതൊക്കെ പറയാം. എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. എന്ത് സംഭവിക്കാൻ? നിങ്ങൾ ഈ പറയുന്ന മനക്കെട്ടിയൊന്നും എന്റെ മോൾക്കില്ല. പെൺകുട്ടിയാ. ഒറ്റയ്ക്ക് കഴിയുമ്പോ എന്തൊക്കെയാ മനസ്സിൽ തോന്നുന്നതെന്ന് പറയാൻ പറ്റില്ല. ആ, നീ അവളെ ഫോണിൽ വിളിച്ചൊന്ന് സംസാരിക്കേ. അത് അവൾക്കൊരു ആശ്വാസമാവും. ഞാൻ എത്ര തവണ വിളിച്ചു ചന്ദ്രേട്ടാ, അവളൊന്ന് ഫോൺ എടുക്കണ്ടേ? ഇങ്ങനെ വിഷമിച്ചാലോ? സീതയുടെ എല്ലാ പ്രശ്നങ്ങളും ഉടനെ തീരും. ആര് പറഞ്ഞു? അതിനു പറ്റിയ ആളെ തന്നെയാ ഞാൻ പറഞ്ഞു വിട്ടിട്ടുള്ളത്. അതാരാ? എന്താ അയാളെ പറ്റി എന്നോടൊന്നും പറയാത്തെ? അയാളെ പറ്റി പറയാം. ആദ്യം അയാള് ആ കാര്യം എങ്ങനെ കൈകാര്യം ചെയ്യുന്നു നോക്കട്ടെ. സീത നമ്മുടെ മോളാ. അവളുടെ കാര്യം നോക്കാൻ നമുക്ക് 2 ആൺമക്കളുണ്ട്. അവരെക്കാൾ വിശ്വാസത്തോടെ ആരെയാ നിങ്ങൾ കാര്യങ്ങൾ ഏൽപ്പിച്ചിരിക്കുന്നത്? നമ്മളെക്കാൾ, ഒരുപക്ഷെ സീതയുടെ 2 ഏട്ടന്മാരെക്കാളും ഉത്തരവാദിത്വത്തോടെ ഈ കാര്യം കൈകാര്യം ചെയ്യുമെന്ന് ഉറപ്പുള്ള ഒരാളെ തന്നെയാ ഞാൻ ഏൽപ്പിച്ചിരിക്കുന്നത്. നീ ധൈര്യമായിട്ടിരിക്കേ. അയാളെ സ്ട്രോങ്ങാ, ഡബിൾ സ്ട്രോങ്. നീ ഒന്ന് ഭക്ഷണം എടുത്തു വെക്ക്. വാ. എനിക്ക് നേരിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റാഞ്ഞിട്ടല്ല. നിന്റെയൊക്കെ ഗാങ് ലീഡർ കടുവ ജോസിനെ ഞാനിത് ഏൽപ്പിച്ചത്. കാര്യങ്ങൾ കുറച്ചും കൂടി ഗൗരവത്തിലാവട്ടെ എന്ന് കരുതിയോ? ഇനി നീ ഇത് ആവർത്തിച്ച ഇങ്ങനെയൊന്നും ഇത് അവസാനിക്കില്ല. ഇല്ല സത്യ, ഇനി ആരോടും ഞാൻ അങ്ങനെ പെരുമാറില്ല. ദേവി, ഇത് എന്റെ പേരില് സൈബർ സെല്ലിൽ കേസ് കൊടുക്കരുത്. ഇതുപോലെയുള്ള വിലാപഗീതങ്ങൾ ഒരുപാട് ഞാൻ കണ്ടിട്ടുണ്ട്. തൽക്കാല സുഖത്തിന് വേണ്ടി പെൺകുട്ടികളെ വളയ്ക്കുന്ന നീയൊക്കെ തൽക്കാല രക്ഷയ്ക്ക് വേണ്ടി ഇതിലും വലിയ കളി കളിക്കും. ഇത് കളിക്കുന്നതല്ല സത്യ. സീതയോട് അങ്ങനെയൊക്കെ ചെയ്തതിൽ ഇവന് ശരിക്കും വിഷമമുണ്ട്. സത്യ പറഞ്ഞപ്പോഴാ അവൻ അതിന്റെ സീരിയസ്നെസ് ശരിക്കും മനസ്സിലായത്. ഞാനിനി സീതയുടെ ഹോസ്റ്റലിലോ കോളേജിലോ ഒരു സ്ഥലത്തും അവളെ കാണാൻ ചെല്ലില്ല. ഒരു വിധത്തിലുള്ള ശല്യവും ഇനി അവൾക്ക് എന്റെ ഭാഗത്തുനിന്നുണ്ടാവില്ല. വിശ്വസിക്കാവോ നിന്നെ? എന്റെ അമ്മയാണ് സത്യം. നിന്റെ സത്യമൊന്നും എനിക്ക് കേൾക്കണ്ട.
അന്നെന്റെ വർക്ക്ഷോപ്പിന്റെ മുമ്പിൽ കിടന്ന് അഭ്യാസം കാണിച്ചപ്പോഴേ നിനക്കൊന്ന് തൊന്നാ മതിയായിരുന്നു. ദേ, ഇനി നിന്നെ ഇവിടെ കാണരുത്. ഞാൻ ബാംഗ്ലൂർക്ക് പൊയ്ക്കോളാം. അവിടെ എൻ്റെ കസിൻ താമസിക്കുന്നുണ്ട്. ആ, എവിടെ പോയാലും വേണ്ടില്ല. ഇനി നിന്നെ കുറിച്ചൊരു പരാതി സീത എന്നോട് പറയരുത്. ദേ, പറഞ്ഞ പിന്നെ നീ പോകുന്നത് കസിന്റെ അടുത്തേക്കാവില്ല. അറിയാം സത്യം. ഈ ഒരു തവണ എനിക്ക് മാപ്പ് തരണം പ്ലീസ്. പ്ലീസ് സത്യ. ഏത് പെണ്ണിനെ മറ്റൊരു കണ്ണിലൂടെ മാത്രം കാണുന്ന നിന്റെയൊക്കെ കണ്ണല്ല, മനസ്സാ കുത്തിപ്പൊട്ടിക്കേണ്ടത്. അതെങ്ങനെ? അമ്മയും പെങ്ങളെയും പോലും തഞ്ചത്തിൽ ഒത്തുകിട്ടിയ വിറ്റ് കാശാക്കാൻ മടിക്കാത്ത നിന്നെ പോലുള്ളവർക്കൊക്കെ മനസ്സുണ്ടോ? ഇനി എൻ്റെ ഭാഗത്തുനിന്നും സീതയ്ക്ക് ഒരു ഉപദ്രവം ഉണ്ടാവില്ല. പോ. ശരി.